വിഷം നിറഞ്ഞ മനസ്സുമായി ഗൗതം, എരുതിയിൽ എണ്ണയൊഴിക്കാനായി പിങ്കി, ചന്ദ്രികയിലെലിയുന്ന ചന്ദ്രകാന്തം പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറൊന്നുമല്ല, നമ്മുടെ മിഥുൻ നന്ദ ആ ഒരു ബന്ധത്തെ കൂടുതൽ വഷളാക്കി ഗൗതമിൻ്റെ മുന്നിൽ ചിത്രീകരിച്ച് ഗൗതമിൻ്റെ മാക്സിമം വെറുപ്പ് നമ്മുടെ നന്ദയ്ക്ക് നേടിക്കൊടുക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മുടെ പിങ്കിക്ക് ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മുടെ മിഥുൻ ഹിന്ദി വരത്തിലോട്ട് വരുന്ന ഒരു രംഗവും, പിന്നെ അവർ തമ്മിൽ ഇച്ചിരി എന്താ പറയുക, ഈ പിങ്കിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനാണോ എന്തോ, പിങ്കിയെ കാണിക്കാനാണോ എന്തോ, നന്ദി ഇങ്ങനെ ഇടങ്ങാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മിഥുനായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആ ഒരു രംഗങ്ങളും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗൗതമി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നതൊക്കെ തന്നെ നമുക്ക് പ്രൊമോയിൽ കാണാം. എന്നിട്ട് നമ്മുടെ നന്ദയ്ക്ക് ഒരു കുലുക്കോ ഇല്ല, ഒരു കൂസലും ഇല്ല, ഒരു മാറ്റവും ഇല്ലാതെ മിഥുനായിട്ട് കൂടുതൽ ഇടപഴകുന്നുമുണ്ട് അവിടെ തന്നെ. പിന്നീട് നമ്മൾ ലാസ്റ്റ് കാണുന്നത് ഇങ്ങനെ നന്ദയുടെ കണ്ണിലെന്തോ പൊടി പോയിട്ട് അത് മിഥുൻ ഇങ്ങനെ ഊതിക്കൊടുക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇങ്ങനെ മിഥുൻ ഇങ്ങനെ കൂടുതൽ അടുത്താണല്ലോ, നമുക്കറിയാമല്ലോ, കണ്ണിലിങ്ങനെ ഊതിക്കൊടുക്കുന്ന ഒരു രംഗം മിഥുൻ കൂടുതൽ അടുത്താണ് നന്ദയായിട്ട്. അപ്പോൾ ഈ ഒരു രംഗം ഇങ്ങനെ ഗൗതം ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഇങ്ങനെ കട്ടക്കലിപ്പോടെ എന്താ പറയുക, നന്ദയോടും ഒന്നും പറയാതെ ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ അങ്ങാട് അവിടെ ഇന്ത്യവരത്തിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങി പോകുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ അവസാനം കണ്ടത്. അപ്പോൾ എന്തായാലും നന്ദയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഗൗതവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവരുടെ ഇടയിൽ നമ്മുടെ പിങ്കിയുടെ കളിയും കൂടി ആകുമ്പോൾ പൂർത്തിയായി. അപ്പോൾ എന്തായാലും നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതം എങ്ങനെയൊക്കെ ആകും, ഇനി താറുമാറാകും മിക്കവാറും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ മറിയുമൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പം നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതം മിക്കവാറും താറുമാറാകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും വല്ല വഴിത്തിരിവൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.